Hi you guys, welcome back to Malabarchef. ഇന്നത്തെ റെസിപ്പി കോളിഫ്ലവർ നല്ല ക്രഞ്ചി ആയിട്ട് എങ്ങനെ പൊരിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് കോളിഫ്ലവർ ഇതാ ഇങ്ങനത്തെ ഒരു പീസാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടത് മൂടി വെക്കുക. 3-4 മിനിറ്റ്, മാക്സിമം 5 മിനിറ്റ് വരെ മൂടി വെക്കാൻ പറ്റുള്ള. ഒരു കൂടുതൽ മൂടി വെച്ച് കഴിഞ്ഞാൽ അത് കുക്കായി കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇതിട്ട വെള്ളം ഒഴിവാക്കുക. ഇനി വേറെ നല്ല വെള്ളത്തിൽ ഇത് കഴുകിയെടുക്കുക. ഇതിങ്ങനെ ചെയ്യുന്നത് ഇതിലെന്തെങ്കിലും ചെറിയ പുഴുക്കളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതങ്ങനെ ചെയ്തെടുക്കുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ നിൽക്കാൻ മറക്കരുത്. ഇനി മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരിക. ജസ്റ്റ് ക്രഷ് ചെയ്യുക കേട്ടോ. പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട, വെള്ളമൊന്നും ചേർക്കേണ്ട, ചതച്ചെടുത്ത് കൊണ്ടുവരിക. അത് നമുക്ക് നേരത്തെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച കോളിഫ്ലവറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മാരിനേഷന് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർക്കുക. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയൊക്കെ ചേർക്കുമ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച്, നമ്മൾ പച്ചമുളക് ചേർത്തതാണ്, അതുകൊണ്ട് എരിവിനനുസരിച്ച് കുറച്ച് മാറ്റമൊക്കെ വരുത്താം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഒരു നുള്ള് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു നുള്ളേ കൂടി പോകരുത്. റവ 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. റവയും അരിപ്പൊടിയും ചേർക്കുന്നത് നല്ലൊരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് പൊരിച്ച് വരുമ്പോൾ നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് റവയും അരിപ്പൊടിയും ചേർക്കുന്നത്. അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. റവ കൂടിപ്പോകരുത്, കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായി പോവും. പിന്നെ ഗരം മസാല 1 ടീസ്പൂണാണ്, ടേബിൾ സ്പൂണല്ല. കോൺഫ്ലോർ 1 ടേബിൾ സ്പൂണ്. കോൺഫ്ലോറും കൂടി പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക അതൊക്കെ. അളവ് ലെമൺ ജ്യൂസ് 1 ടേബിൾ സ്പൂൺ, നാരങ്ങ നീര് എടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക. ഉപ്പും ഇതൊക്കെ പാകമാണോ കറക്റ്റാണോ നോക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണാണ്, ടേബിൾ സ്പൂണല്ല. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് കുഴയ്ക്കുക. ആവശ്യത്തിന് ഇങ്ങനെ വെള്ളം ചേർത്ത് കൊടുക്കുക. കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ടാണ് കുഴയ്ക്കുന്നത്. എനിക്ക് ടോട്ടലായിട്ട് 6 ടേബിൾ സ്പൂൺ വെള്ളമാണ് വേണ്ടി വന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ നിൽക്കാൻ മറക്കല്ലേ. എൻ്റെ അടുത്തുള്ള ഓളും കൂടെ നിൽക്കണം. ഇനി ഇതാ നമ്മൾ കോളിഫ്ലവർ ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് വെള്ളം അടിയിലുള്ള ഒരു രീതിയിലാണ് ഇതുണ്ടാവുക. എന്നിട്ട് ഫ്രിഡ്ജിൽ 1/2 മണിക്കൂർ മിനിമം വെക്കണം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാൻ വെക്കുക. ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കറിവേപ്പില ആദ്യം വറുത്ത് കോരിയെടുക്കാം. കറിവേപ്പില ഫസ്റ്റ് വറുത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റുമാണ് ആ എണ്ണയ്ക്ക് തന്നെ. വെളിച്ചെണ്ണയിലാട്ടോ വറുത്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലെടുക്കാം. എന്നിട്ട് കോളിഫ്ലവർ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഒന്നായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആകെ ഒരു സ്റ്റിക്കി ആയി പോകും. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ ഇട്ട പാടന്നെ അത് മറിച്ചിടുകയും ചെയ്യരുത്. അങ്ങനെയും ചെയ്ത് കഴിഞ്ഞാൽ ആകെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതാ അപ്പോൾ നല്ല 2 ഭാഗവും ഞാൻ മറിച്ചും തിരിച്ചു വിട്ട് നമുക്കിങ്ങനെ പൊരിച്ചെടുക്കുക. അപ്പോൾ ഇതാ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുമുണ്ട്. ഞാനിപ്പോൾ അത് കോരിയെടുക്കുകയാണ്. നല്ല ക്രിസ്പിയാണ്. നിങ്ങൾക്ക് ഇനിയും മൊരിയണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സമയം വെക്കുക. ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായി പോകും. അതുകൊണ്ട് ഒരു പാകത്തിന് ഒന്ന് കോരി നോക്കിയിട്ട് നമ്മൾ ടേസ്റ്റ് നോക്കുക, എന്നിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മറക്കരുത്. അത് എടുക്കുമ്പോഴും അത് കഴിക്കുമ്പോഴൊക്കെ നല്ല ക്രഞ്ചി സൗണ്ട് കേൾക്കുക. ശ്രദ്ധിച്ച് നോക്കൂട്ടെ, നല്ല സൗണ്ട് ഉണ്ട്. പിന്നെ നിങ്ങൾ എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക, ഷെയർ ചെയ്യുക. Wow, country!